ഇറാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അടക്കം ഉണ്ട് അതിനകത്ത്. എൻ്റെ കേരളത്തിനെ ഇന്ന് കേരളമാക്കിയിരിക്കുന്നത് അറേബ്യൻ കൺട്രീസ് UAE ആണ്. ആ രാജ്യത്ത് ബോംബ് വീഴ്ത്തിയിട്ടുള്ള ഇറാനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവരല്ലേ. അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി. പാകിസ്ഥാനികൾ ഇന്നേ വരെ ഇന്ത്യൻ മുസ്ലിംസിനെ മുസ്ലിംസായിട്ട് കണക്കാക്കിയിട്ടില്ല. അവർ മുഴുവൻ കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും അവനെ സംബന്ധിച്ചിടത്തോളം കാഫർ മരിച്ചു, ഇന്ത്യക്കാരൻ മരിച്ചു. നമുക്ക് ആ വികാരമില്ല. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി ഇങ്ങനെയൊക്കെ ആക്കിയിരുന്നു. പാകിസ്ഥാനീസ് പറയുന്നുണ്ട് നിങ്ങൾ ആര് ചത്താലും ശരി, ഞങ്ങൾക്കൊരു ഇന്ത്യക്കാരൻ ചത്തു, അതാണ് ഞങ്ങളുടേത്. അങ്ങനെയാണ് അവൻ പറയുന്നത്. ഇതാണ് ഞാൻ അന്ന് രാത്രി പബ്ലിക്കിൻ്റെ അടുത്ത് പറയുന്നത്. പല പബ്ലിക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ എന്തൊരു കൃത്യമായിട്ടുള്ളൊരു സംഭവമാണ് സാർ പറഞ്ഞതെന്നറിയാം. കാരണം മനസ്സിനകത്ത് ഒരു വിദ്വേഷമൊക്കെ വന്നിരുന്നു. അല്ല അത് ശരിയല്ലേ, ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് വെച്ചില്ല. ആ ഹിന്ദുക്കളടക്കം മനസ്സിലാക്കി മേജർ രവി പറഞ്ഞ കറക്റ്റാണല്ലോ. ഇവിടെ ഹിന്ദുക്കളെ കൊന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ എന്തിനാണ്? ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും കൂടെ തല്ലിവിടാൻ വേണ്ടിയിട്ട്. അത് വന്നാൽ ഇവിടെയുള്ള നമ്മുടെ ശത്രുക്കൾ, രാഷ്ട്രീയത്തിനകത്ത് നമ്മുടെ രാജ്യം ഒരിക്കലും പ്രോസ്പെരിറ്റി ആവില്ലെന്ന് പറയുന്ന ഒരു ഒപ്പോസിഷൻ ലീഡർ, അങ്ങനെയുള്ളൊരു രാജ്യത്ത് എങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. നമ്മുടെ ഒന്നിനും പറ്റില്ല എന്ന് പറയുന്ന ആൾ അവിടെ ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് ഇന്ത്യ ഹാസ് റീച്ച്ഡ് ഇൻ സം പ്ലേസ്. അത് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മൂപ്പർക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷ് നല്ലപോലെ അറിയാലോ. എന്നിട്ടത് മനസ്സിലായിരുന്നിട്ട് ഇപ്പുറത്തിരുന്ന് ഈ വിഡിത്തം പറയാണ് ഇന്ത്യ ഹാസ് റീച്ച്ഡ് ഓവർ. അത് പറയാനുള്ള സന്തോഷമുള്ള ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാരനല്ല, നമ്മുടെ ശത്രുക്കളാണ് അവർ. അപ്പം കുട്ടി ചോദിച്ചല്ലോ എന്താണ് ത്രെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മാത്രമല്ല, ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ഈ സംസാരത്തിൽ ഞാനിപ്പോൾ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ലൈവ് ഞാൻ കൊടുക്കുന്നില്ല, കാരണം പല കാരണങ്ങളെ കൊണ്ടും. ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് അതെല്ലാം ചില ഇമാംസിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ ഇത് കേൾക്കണം. എന്നാലെങ്കിലും ഇവിടുത്തെ ഈ തല തിരിഞ്ഞിട്ട് ഒരു ബുദ്ധിയില്ലാതെ തൊള്ളത്തുമാരി ഇറാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അടക്കം ഉണ്ട് അതിനകത്ത്. നിങ്ങൾ എന്തേ മറന്നത്? എൻ്റെ കേരളത്തിനെ ഇന്ന് കേരളമാക്കിയിരിക്കുന്നത് അറേബ്യൻ കൺട്രീസ് UAE ആണ്. അതിനകത്ത് സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഇവിടെ നിന്നൊക്കെ എൻ്റെ പാവപ്പെട്ട മലയാളീസ് പോയി ലക്ഷങ്ങളുണ്ടാക്കി കൊണ്ടുവന്ന് ഇന്ന് ഈ കേരളത്തിന് ഈ ലെവലിലാക്കിയിരിക്കുന്നത് ആ രാജ്യങ്ങളാണ്. ദുബായ് തൊട്ടിട്ട് അങ്ങോട്ടൊക്കെ പിടിച്ചോ. ആ രാജ്യത്ത് ബോംബ് വീഴ്ത്തിയിട്ടുള്ള ഇറാനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവരല്ലേ. അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി. ആദ്യം മനസ്സിലാക്ക്, എൻ്റെ ഇക്ക അവിടെ ഉണ്ട്, എൻ്റെ ഉപ്പ അവിടെ ഉണ്ട്. ആ രാജ്യത്ത് ഇവർ കൊണ്ടുവന്നിട്ട് ബോംബിട്ടിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് വളർന്നു വന്നിരിക്കുന്ന ആ രാജ്യത്ത് നിന്ന് എൻ്റെ വാപ്പ കൊണ്ടുവന്നാണ്, എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന കാശ് കൊണ്ടാണ്, എൻ്റെ അനിയൻ, എൻ്റെ ചേട്ടൻ കൊണ്ടുവന്ന കാശ് കൊണ്ടാണ്. ആ രാജ്യത്തിന് കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെയും നിങ്ങൾ കൊണ്ടുവന്ന മതമാണെങ്കിൽ എന്താ, ഈ UAE എന്താ, മുസ്ലിംസ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ എങ്ങനെയെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ചെറിയൊരു സമൂഹമാണ്. വിവരമുള്ളവർ ഒരിക്കലും സംസാരിക്കില്ല. നമ്മൾ പണ്ടും ഇറാനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അവർ ചെയ്തിരിക്കുന്നത് ഇറാഖ് അവിടെ ഇസ്രായേൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഖണ്ഡിക്കുന്നുണ്ട്.